2016 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കാലം. അന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച ഒരാളുണ്ടായിരുന്നു. അന്ന് അയാൾ ട്രംപിനെ വിശേഷിപ്പിച്ചത് അമേരിക്കയുടെ ഹിറ്റ്ലർ എന്നാണ്. ഇപ്പോഴിതാ വീണ്ടും ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കാലം. ട്രംപിനെ വിമർശിച്ച ആ ചെറുപ്പക്കാരൻ ഇന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്. പേര് ജെയിംസ് ഡേവിഡ് വാൻസ്. ചുരുങ്ങിയ സമയം കൊണ്ട് വാൻസ് ട്രംപിന്റെ വിശ്വസ്തത പിടിച്ചുപറ്റി. അടുത്ത അനുയായിയായി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിരവധി പേരെ പരിഗണിച്ചെങ്കിലും ഏറ്റവും അനുയോജ്യൻ വാൻസ് എന്നായിരുന്നു ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ആരാണ് ജെ.ഡി. വാൻസ്? അദ്ദേഹം എങ്ങനെ ട്രംപിന് പ്രിയപ്പെട്ടവനായി? വാൻസിന് ഇന്ത്യയുമായുള്ള ബന്ധം എന്താണ്? തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്ന നെവർ ട്രംപ് മൂവ്മെന്റിന്റെ വക്താവായിരുന്നു ജെ.ഡി. വാൻസ്. ട്രംപിനെ അന്ന് വാൻസ് വിഡ്ഢി എന്നും വിശേഷിപ്പിച്ചു. അയാളെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയില്ലെന്നും പറഞ്ഞു. പ്രസിഡന്റായിരുന്ന കാലയളവിൽ സ്വീകരിച്ച നിലപാടുകളാണ് തീവ്ര വലതുപക്ഷക്കാരനായ വാൻസിനെ ട്രംപിനോട് അടുപ്പിച്ചത്. 2021 വാൻസ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. ഒഹിയോയിലെ US സെനറ്റ് സീറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ടിം റയാനെ പരാജയപ്പെടുത്തി സെനറ്റർ പദവിയിലേക്ക്. കുടിയേറ്റ പ്രശ്നങ്ങളും തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളും ഉയർത്തിക്കാട്ടി കയ്യടി നേടി. രാഷ്ട്രീയക്കാരനാകുന്നതിനു മുമ്പ് വാൻസ് എന്തായിരുന്നു? 1984 ഒഹിയോയിലാണ് വാൻസിന്റെ ജനനം. കുട്ടിക്കാലം ദുരിതം നിറഞ്ഞതായിരുന്നു. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായ അമ്മ, കുടുംബം പരിഗണിക്കാത്ത അച്ഛൻ. വാൻസ് കുട്ടിയായിരുന്നപ്പോൾ തന്നെ അച്ഛനും അമ്മയും വിവാഹബന്ധം വേർപ്പെടുത്തി. പിന്നീട് വാൻസിനെയും സഹോദരിയെയും വളർത്തിയത് മുത്തച്ഛനും മുത്തശ്ശിയുമാണ്. ഒഹിയോയിലെ മിഡിൽ ടൗൺ ഹൈസ്കൂളിൽ നിന്നാണ് വാൻസ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. പിന്നീട് ഒഹിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി. തുടർന്ന് നിയമ പഠനം. അമേരിക്കൻ സെനറ്ററായിരുന്ന ജോൺ കോർണിൻ, ജഡ്ജിയായിരുന്ന ഡേവിഡ് ബണ്ണിംഗ് എന്നിവർക്കൊപ്പവും അമേരിക്കയിലെ പ്രശസ്ത നിയമകാര്യ സ്ഥാപനമായ സിഡ്ലി ഓസ്റ്റിനിലും ജോലി ചെയ്തു. സിലിക്കൺ വാലിയിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റായും പ്രവർത്തിച്ചു. ഇത് മാത്രമല്ല, എഴുത്തുകാരൻ കൂടിയാണ് വാൻസ്. 2016 വാൻസിൻ്റെതായി പുറത്തിറങ്ങിയ ഹിൽബില്ലി എലജി എന്ന പുസ്തകം ആ വർഷത്തെ ബെസ്റ്റ് സെല്ലറായിരുന്നു. ഇത് വാൻസിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ വംശജയും US സർക്കാരിൽ അറ്റോർണിയുമായ ഉഷ ചിലുകുരിയാണ് വാൻസിന്റെ ഭാര്യ. നിയമപഠനത്തിനിടെ കണ്ടുമുട്ടിയ വാൻസും ഉഷയും പിന്നീട് വിവാഹിതരാകുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പുതുമുഖമാണ് വാൻസ്. എന്നാൽ പ്രചാരണം എങ്ങനെ കൊഴുപ്പിക്കണമെന്ന് വാൻസിനറിയാം. കഴിഞ്ഞ ദിവസം ട്രംപിനെതിരെ നടന്ന വധശ്രമത്തിന്റെ ഉത്തരവാദിത്വം ബൈഡൻ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ വരെ വാൻസ് ശ്രമിച്ചു. വാൻസ് എത്ര വോട്ട് പിടിക്കുമെന്നറിയാൻ നവംബർ വരെ കാത്തിരിക്കണം. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് വാൻസ് പറ്റിയ സഹചാരിയാണ്.